Human Development Index, HDI. It's a composite index measuring average achievement in three basic dimensions of human development. It was developed by Pakistani economist Mehboob ul Haq in 1990. The United Nations Development Program started since 1990 to construct another index by using three indicators, that is life expectancy, literacy rate, and income for a decent living standard as components. 1990 പാകിസ്ഥാനി ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള മെഹബൂബ് ഉൽ ഹക്ക് ആണ് HDI ഡെവലപ്പ് ചെയ്തത്. UNDP ആണ് 90 ഇത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്റർ മുന്നോട്ട് വെച്ചത്. പ്രധാനമായും 3 സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോമ്പസിറ്റ് ഇൻഡിക്കേറ്റർ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന HDI. ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട കോമ്പണന്റ്സ് ഇൻഡിക്കേറ്റേഴ്സ്? ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം, ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക്, അതുപോലെ തന്നെ എ ഡീസന്റ് ലിവിംഗ് സ്റ്റാൻഡേർഡ് ആസ് കോമ്പണന്റ്സ്. എന്ന് പറഞ്ഞാൽ ഇൻകം എന്ന് നമുക്ക് പറയാം, മാന്യമായി ജീവിക്കാൻ ആവശ്യമായ ഇൻകം. അപ്പൊ ഇങ്ങനെ 3 വേരിയബിൾസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള, ക്ഷേമം അളക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് HDI എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഡിഫറെന്റ് ഫ്രം ദ PQLI. ഇത് PQLI യിൽ നിന്ന് വ്യത്യസ്തം. എന്താ കാരണം? ദിസ് ഇൻഡെക്സ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് the income also as a component of the index. ഇതിനകത്ത് PQLI യിൽ ഇല്ലാത്ത ഒരു വേരിയബിൾ ഉണ്ട്, അത് ഇൻകം ആണ്. മാത്രമല്ല HDI ഒരു വേരിയബിളിനെ PQLI കൺസിഡർ ചെയ്ത ഒരു വേരിയബിളിനെ ഒഴിവാക്കുകയും ചെയ്തു. ഏതാണ് വേരിയബിള്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ HDI യെ PQLI മേന്മയേറിയ ഒരു സൂചകമായിട്ടാണ് കാണുന്നത്. Therefore, HDI is claimed to be a superior indicator of well-being than the PQLI. കാരണം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെയും ക്ഷേമത്തെയും ഒക്കെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്, അല്ലെങ്കിൽ വികസനത്തിന് 3 സൂചകങ്ങളാണ് ലൈഫ് എക്സ്പെക്ടൻസിയും ലിറ്ററസി റേറ്റും ഇൻകവും. അതുകൊണ്ട് തന്നെ PQLI എന്തുകൊണ്ടും സുപ്പീരിയർ ആണ് HDI എന്ന് പറയുന്നത്. ഓക്കെ.